നമ്മുടെ ഇന്നത്തെ വൈദ്യസമീക്ഷയുടെ ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഇതിലെ വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ തൃപ്പൂണിത്തുറ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശരണ്യ ബിബിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. തൃപ്പൂണിത്തുറ ഏരിയയുടെ ഈ വർഷത്തെ ആദ്യത്തെ വൈദ്യസമീക്ഷയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ എന്നതാണ്. അതിൽ നമ്മുടെ ഫാക്കൽറ്റി ആയിത്തിരിക്കുന്നത് ഡോക്ടർ ആയിഷത്ത്, ഡോക്ടർ BAMS കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്നും PG ഇൻ കൗമാരവൃത്തികം കുണ്ടമരം ആയുർവേദ കോളേജിൽ നിന്നുമാണ് ചെയ്തത്. ഡോക്ടർ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ കൗമാര ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ ശരണ്യ ഡോക്ടറെ, കേൾക്കാവോ? കേൾക്കാം ഡോക്ടറെ. വൈദ്യസമീക്ഷ എന്ന AMIയുടെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച തൃപ്പൂണിത്തുറ AMIയുടെ ഭാരവാഹിയായ ഡോക്ടർ ശരണ്യയ്ക്കും അതുപോലെ ഡോക്ടർ പാർവതിക്കും ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ സ്ട്രേറ്റ് അവേ എൻ്റെ സ്ലൈഡിലേക്ക് കടക്കുകയാണ്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ. സ്ലൈഡ് കാണാവോ എന്ന് പറയണേ ഡോക്ടറെ. പറയാം ഡോക്ടർ. കാണാമോ സ്ലൈഡ് ശരണ്യ ഡോക്ടറെ? കാണാം ഡോക്ടറെ. കാണാം. മാറ്റുന്നത് കാണാമല്ലോ? കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ എന്നാണ്. അപ്പോൾ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ വളർച്ചാ വൈകല്യങ്ങളാണ്. ഒരുപാട് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഒരു തരത്തിന്റെ ഡിലേ തൊട്ടിട്ട് എല്ലാ മേഖലയിലും അതായത് മോട്ടോറായിട്ടും സ്പീച്ചായിട്ടും സോഷ്യലായിട്ടും എല്ലാ മേഖലയിലും ഒരുപോലെ ഡിലേ വരുന്ന ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരെ റേഞ്ച് ഉള്ള ഒരുപാട് അസുഖങ്ങളുള്ള ഒരു സെക്ഷനാണ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതായത് ചെറിയ ഒരു ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡൈപ്ലേജിക് സെറിബ്രൽ പാൽസി തൊട്ടിട്ട് ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള മസ്കുലർ ഡിസ്ട്രോഫി പോലുള്ള ഒരുപാട് വലിയ കണ്ടീഷൻസ് ഒക്കെ ഇതിന് കാരണങ്ങളാണ്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഡീല് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന അസുഖങ്ങളാണ്. അതായത് ഇത്തരം അസുഖങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ വളരെ നോർമൽ ആക്കാൻ പറ്റും. മാത്രമല്ല മാനേജ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പ്രോഗ്രസീവ് ആയിട്ട് ഡിസോർഡേഴ്സ് അങ്ങനെയല്ല. പ്രോഗ്രസീവ് ആയിട്ട് ഡിസോർഡേഴ്സ് മാനേജ് ചെയ്താലും വി കനോട്ട് മേക്ക് ദം ടു നോർമൽസി. പക്ഷേ ഇത്തരം ഡിസോർഡേഴ്സ് നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഒരു പരിധി വരെ അപ് ടു നോർമലിലേക്ക് ഒരു 80% കുട്ടികൾക്കും മൈൽഡ് ആയിട്ടുള്ള മോട്ടോർ ഡിസോർഡേഴ്സും ബിഹേവിയറലൊക്കെ ആണെങ്കിൽ നമുക്ക് 100% നോർമൽ ആക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഒരു നിയർ നോർമലാക്കി കുട്ടിയെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഡിസോർഡേഴ്സ് അതാണ് ഇതിന്റെ പ്രത്യേകതയുള്ളത്. അപ്പോൾ ഇതിൽ കീഴിൽ വരുന്ന ഒരു 4 തരം ഡിസോർഡേഴ്സ് ആണുള്ളത്. അതിലേറ്റവും കൂടുതലായിട്ട് കാണുന്നത് മോട്ടോർ ഡിസോർഡേഴ്സ് ആണ്. അതായത് ചലന വൈകല്യങ്ങളാണ്. അതിലേറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സെറിബ്രൽ പാൽസി എന്ന അസുഖമാണ്. രണ്ടാമതായിട്ട് കാണുന്നത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, അതായത് സ്വഭാവ വൈകല്യം. അതിലേറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓട്ടിസം ആൻഡ് ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പിന്നെ മൂന്നാമതായി ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം. നാലാമതായി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ ബുദ്ധിമാന്ദ്യം. ഈ 4 തരം അസുഖങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് കുട്ടികളിൽ ഡെവലപ്മെന്റൽ പീരീഡിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ. അപ്പൊ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഡിറ്റക്ഷൻ? നമുക്കറിയാം ഏത് അസുഖമായാലും നമ്മൾ പറയും ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? പക്ഷേ ഈ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ സംബന്ധിച്ച് ഇതിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ മാക്സിമം ഗ്രോത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ 2-3 വർഷങ്ങളിലാണ്. 95% ഗ്രോത്തും ഇസ് കംപ്ലീറ്റഡ് ബൈ ഓൾമോസ്റ്റ് 3 years ഓഫ് ഏജ്. നമ്മൾ കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു 33 to 34 സെന്റിമീറ്ററേ ഉള്ളൂ കുട്ടിയുടെ ബ്രെയിൻ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ വർഷം തന്നെ 12 സെന്റിമീറ്റർ ഗ്രോത്ത് ആണ് കുട്ടിക്ക് ഉണ്ടാവുന്നത്.
അപ്പോൾ ആ 12 സെന്റിമീറ്റർ ഗ്രോത്ത് എന്ന് വെച്ചാൽ സൈസ് ഗ്രോ ചെയ്യാൻ മാത്രമല്ല അത്രയും ബ്രെയിൻ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാണ്. അപ്പോൾ ആ ഏജ് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ വർഷം ആകുമ്പോഴേക്കും 2 സെന്റിമീറ്റർ മാത്രമേ ഗ്രോ ചെയ്യുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമേ ബ്രെയിൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുട്ടിയെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളെ നമുക്ക് വളരെ നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഏത് തെറാപ്പി ആയാലും, അത് മരുന്നാകട്ടെ, അതുപോലെ വേറെ ഏത് തെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള തെറാപ്പിയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ ഏത് തെറാപ്പി കൊടുത്താലാകട്ടെ, ഈ ആദ്യത്തെ വർഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിനെ ശരിക്കും ഒരു കളിമണ്ണ് വെള്ളത്തിൽ കുഴച്ചെടുത്ത ഒരു ഇതുപോലെയാണ് കുട്ടിയുടെ ബ്രെയിൻ ജന്മനാ സമയത്ത്. അപ്പോൾ ആ കളിമണ്ണ് നമ്മൾ കുഴച്ചെടുത്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ബ്രെയിനെ നമുക്ക് ഒരു 3 വർഷം വരെ ചെയ്യാവുന്ന മാനിപ്പുലേഷൻ നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മളെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു 4-5 വയസ്സിനൊക്കെ ശേഷമാണ് നമ്മളെടുത്ത രോഗികൾ എത്തുന്നത്. അപ്പോഴേക്കും ഇവരെല്ലാ തെറാപ്പീസും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു അധികം എഫക്റ്റ് ഇല്ലാതെ കണ്ടുവരികയാണ്. അപ്പൊ അപ്പോഴേക്കും ഈ പറഞ്ഞ ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 95% കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം എന്നിട്ട് പോലും നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഇതിന്റെ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഡിറ്റക്ഷൻ ഇൻ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം, ഡെവലപ്മെന്റൽ ഡിലേ. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. ഡെവലപ്മെന്റൽ ഡിലേ തന്നെയാണ്. എന്ന് വെച്ചാൽ ഓരോ ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺസ് എന്ന് വെച്ചാൽ വളർച്ചയുടെ നാഴികക്കല്ലുകളിൽ വരുന്ന, എന്ന് വെച്ചാൽ ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ കഴുത്തുറക്കുക, ഇരിക്കുക, നടക്കുക പോലുള്ള നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന മൈൽ സ്റ്റോൺസിൽ വരുന്ന ഡിലേ അത് ചിലപ്പോൾ നേരത്തെ കണ്ടെത്തും. പക്ഷെ അതുപോലെ ഫൈൻ മോട്ടോർ ഡിലേ, അതായത് ചെറിയ ചെറിയ ഈ കൈകൊണ്ടും വിരലുകൊണ്ടും അതുപോലെ കണ്ണിന്റെയും മൈൻഡിന്റെയും കോർഡിനേഷൻ പോലുള്ള കാര്യങ്ങളിൽ വരുന്ന ഡിലേ, പിന്നെ സ്പീച്ച് ഡിലേ, ലാംഗ്വേജ് ഡിലേ. സ്പീച്ചും ലാംഗ്വേജ് തമ്മിൽ വ്യത്യാസമുണ്ട്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം കുട്ടി മനസ്സിലാക്കുകയും അതുപോലെ പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ലാംഗ്വേജ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്പീച്ച്. അതായത് സ്പീച്ച് എന്ന് പറഞ്ഞാൽ കുട്ടി പുറത്തേക്ക് പറയുന്ന വേർഡ്സിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. പലപ്പോഴും സ്പീച്ച് ഒരു കുട്ടിക്ക് ഉണ്ടാവും, പക്ഷെ ലാംഗ്വേജ് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണമായിട്ട് ഓട്ടിസം ഉള്ള കുട്ടികളിൽ അവർ ചിലപ്പോൾ വാദോരാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് അർത്ഥം മനസ്സിലായിട്ടല്ല അവർ പറയുന്നത്. അതുപോലെ നമ്മൾ പറയുന്നതിന് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. അതായത് അവർക്ക് സ്പീച്ച് ഉണ്ട്, പക്ഷെ ലാംഗ്വേജ് ഇല്ല. നേരെ തിരിച്ചും സംഭവിക്കാം. അതായത് ഇപ്പോൾ സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഒരു പുലി അല്ലെങ്കിൽ ടൈഗർ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താണെന്നറിയാം, അല്ലെ, അത് മനസ്സിലാക്കാം. പക്ഷെ അവർക്ക് ഈ സ്പാസിസിറ്റി കാരണം, ഓറൽ മസിൽസിന്റെ ഒരു പാലസി കാരണം അവർക്കത് പറയാൻ പറ്റില്ല, ആർട്ടിക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് എന്താ സ്പീച്ച് ഇല്ല, പക്ഷെ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ഡിലേ. അതുപോലെ സോഷ്യൽ മൈൽ സ്റ്റോൺസിലുള്ള ഡിലേ, അതിപ്പോൾ അത് കൂടുതലായിട്ടും ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, ഓട്ടിസം പോലുള്ള അസുഖങ്ങളിലാണ് സോഷ്യൽ മൈൽ സ്റ്റോൺസ് കൂടുതൽ ഡിലേ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിലേ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സെറിബ്രൽ പാൽസിയിലേക്ക് വരാം. അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്ന അസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് സെറിബ്രൽ പാൽസി വരും. ഏതെങ്കിലും ഒരു തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അത് ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡ് ആവാം, അല്ലെങ്കിൽ കൂടുതലായിട്ടും 90% പ്രശ്നങ്ങളും ഡ്യൂറിങ് ദ ബർത്ത് ആണ്. പിന്നെ കുറച്ച് പോസ്റ്റ്നേറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബ്രെയിനിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസൾട്ട് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് നശിച്ചു പോകുന്നു. അത് പക്ഷേ ഒരു സ്റ്റാറ്റിക് ആണ്, അതായത് അത് പ്രോഗ്രസ് ചെയ്യുന്നില്ല, പക്ഷെ അത് സ്റ്റാറ്റിക് ആയിട്ട് അവിടെ ഒരു ഡാമേജ് സംഭവിച്ചു. അതിന്റെ കാരണം അതിന്റെ എഫക്റ്റ് ആയിട്ട് കുട്ടിക്ക് ഭാവിയിലുള്ള ഒരു ചെറിയ പാരാലിസിസ് വരുന്നു. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏരിയ ഓഫ് എഫെക്ഷൻ. പല ടൈപ്സ് ഓഫ് സെറിബ്രൽ പാൽസി ഉണ്ട്, ഈ പറഞ്ഞ പോലെ സ്പാസ്റ്റിക് അറ്റാസിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഞാൻ ഓവറായിട്ട് ഇപ്പൊ പറയുന്നില്ല. ഇതിലെല്ലാം നമുക്ക് പൊതുവായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺസിലുള്ള ഡിലേ ആണ്. ഇപ്പോൾ ഒരു 4 മാസമായ കുട്ടിക്ക് കഴുത്തുറച്ചിരിക്കണം. അപ്പോൾ ചില കുട്ടികൾ 2.5 മാസം ആകുമ്പോൾ കഴുത്തുറക്കുന്ന കുട്ടികളുണ്ട്. അതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ആണ്. ഒരു എന്താ പറയുക, ഒരു റേഞ്ച് ഉണ്ട് ഫോർ ദി അക്വയറിംഗ് ഓഫ് മൈൽ സ്റ്റോൺസ്. ആ റേഞ്ചിന്റെ മാക്സിമം കഴിഞ്ഞിട്ടും കുട്ടിക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കഴുത്തുറച്ചിരിക്കുന്നത് 4 മാസമായിട്ടും കുട്ടിയുടെ കഴുത്തുറച്ചില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അത് ഇന്റർവീൻ ചെയ്യാന്നുള്ളതാണ്. അതിന് അപ്പുറത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. അതുപോലെ ചിലപ്പം കഴുത്തുറച്ചിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടി ഇരിക്കില്ല. 9 മാസമായിട്ടും ഒരു 6-7 മാസം ആകുമ്പോൾ ഇരിക്കും, പക്ഷെ 9 മാസം വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. 9 മാസമായിട്ടും കുട്ടി തനിയെ എണീറ്റ് ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ 12 മാസമായ കുട്ടി തനിയെ എണീറ്റ് നിന്നില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ 15 മാസമായിട്ടും കുട്ടി തനിയെ നടന്നില്ലെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണം. ഇത്തരം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട
മോട്ടോർ മൈൽ സ്റ്റോൺസ് അതാത് വയസ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൽ സ്റ്റോൺസിൽ വരുന്ന ഡിലേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സെറിബ്രൽ പാൾസി സംഭവിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ഹൈപ്പോട്ടോണിയ. അപ്പോൾ ഒന്നുകിൽ മസിലിന് വളരെയേറെ സ്പാസിസിറ്റി അല്ലെങ്കിൽ പിടുത്തം ഉണ്ടാവും, അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിയ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ഈ മൈൽ സ്റ്റോൺസ് അച്ചീവിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഹൈപ്പർട്ടോണിയ വന്ന ഒരു കുട്ടിക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തോളിൽ പിടിച്ച് പൊന്തിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കാല് രണ്ടും ക്രോസ് ആയി കിടക്കും. ഓക്കെ, സിസേർഡ് ഗേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ സിസറിങ് ഓഫ് ലെഗ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഹൈപ്പർട്ടോണിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ പുള്ളിങ് ഡയറക്ട്ലി ടു സ്റ്റാൻഡ് വിത്തൗട്ട്, നമ്മളൊരു കിടക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ പിടിച്ച് കൈ മെല്ലെ ഉയർത്തി കഴിഞ്ഞാൽ ആ കുട്ടി ഇരിക്കുന്നതിന് പകരം നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കാലിലുള്ള സ്പാസിറ്റി കാരണം കുട്ടി പെട്ടെന്ന് നിൽക്കാൻ നോക്കും, പക്ഷെ ഇരിക്കുന്ന മൈൽ സ്റ്റോൺ അല്ല, നിൽക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത് എന്താ കാലിൽ ഈ ബലം പിടുത്തം വരുന്നത് കൊണ്ടാണ്. അതുപോലെ കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ ഈ ടൂ വാക്കിംഗ് കാണിക്കുക, എന്നുവെച്ചാൽ ഈ ഉപ്പൂറ്റി നിലത്ത് കുത്താതെ നടക്കുന്ന ടെൻഡൻസി കുറച്ചുകൂടി കൂടുതലായിട്ട് കുട്ടി കാണിക്കുകയാണെങ്കിൽ അത് ഡൈപ്ലേജിക് സെറിബ്രൽ പാൽസിയുടെ ഒരു സൈനാണ്. അതുപോലെ ഹൈപ്പോട്ടോണിയ ഉള്ള കുട്ടിയെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റാവുന്ന രീതി എന്ന് വെച്ചാൽ ആ കുട്ടി കിടക്കുന്ന സമയത്ത് ഫ്രോഗ് ലെഗ് പോസ്റ്ററിലാണ് കിടക്കുക. അതായത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന കൈയും കാലൊക്കെ വല്ലാണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടോണിയ നമുക്ക് നേരത്തെ അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ W സിറ്റിംഗ്, ഈ മൂന്നാമത്തെ പിക്ചർ, അതിൽ കുട്ടി കാല് രണ്ടും മടക്കി ബാക്കിലോട്ട് വെച്ചിരിക്കുന്നത് അത് ഹൈപ്പോട്ടോണിയ ഉള്ള കുട്ടിയാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നോർമലി ചില കുട്ടികൾ ബിനായിനായിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് W സിറ്റിംഗ്, പക്ഷെ അത് മറ്റുള്ള മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുട്ടിക്ക് ഇതുപോലെ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ ജനിച്ച ഉടനെ തന്നെ നമുക്ക് ഹൈപ്പോട്ടോണിയ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഫിഗർ കാണുന്നത് കണ്ടോ, അത് കുട്ടി നമ്മൾ ഈ കയ്യിൽ കമത്തി കിടത്തിയാൽ ജനിച്ച ഉടനെ തന്നെ കുട്ടി ചെറുതായിട്ട് കഴുത്തൊന്ന് പൊക്കും. അതുപോലെ കൈയും കാലും ഫ്ലെക്സ്ഡ് ആയിട്ടാണ് കിടക്കുക. പക്ഷെ ഹൈപ്പോട്ടോണിയ ഉള്ള കുട്ടിക്കാണെങ്കിൽ റാഗ്ഡോൾ പോലെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹൈപ്പോട്ടോണിയ ഏറ്റവും നേരത്തെ മനസ്സിലാക്കാവുന്ന ടെക്നിക്സ് ആണ്. അതുപോലെ ഹൈപ്പർട്ടോണിയ, അതുപോലെ ഹൈപ്പോട്ടോണിയ, ഇത് രണ്ടും ഉണ്ടെങ്കിലും കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം കുട്ടിക്ക് ബ്രെയിനിൽ എന്തോ ഒരു ചെറിയ ഇൻസൾട്ട് എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്റർവെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതുപോലെ നമ്മൾ ഹൈ റിസ്ക് ബേബീസ്, ഇപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുക, ചിലപ്പോൾ നമ്മൾ സിംറ്റംസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഹൈ റിസ്ക് ബേബീസ് ഉണ്ട്, IUGR അല്ലെങ്കിൽ പ്രീടേം ബേബിയാണ്, ജനന സമയത്ത് ജോണ്ടിസ് കൂടുതലായിട്ട് വന്നു, അല്ലെങ്കിൽ മെക്കോണിയ ആസ്പിറേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ നേരത്തെ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ള സിംറ്റം കോർട്ടിക്കൽ തമ്പ് എന്ന് പറയും. അതായത് ഈ കൈ, എൻ്റെ പടം ഞാൻ എടുത്ത് വെച്ചിരുന്നു, കോർട്ടിക്കൽ തമ്പ്, അത് കൈ മടക്കി ഈ തമ്പ് ഫിസ്റ്റിന്റെ ഉള്ളിലാക്കിയിട്ട് ഫിസ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുക, ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുക. ഈവൺ ആഫ്റ്റർ 4 months, ജനിച്ച ഉടനെ കുട്ടി കൈ അങ്ങനെ പിടിക്കും, പക്ഷെ ഈവൺ ആഫ്റ്റർ 4 months അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് ഒരു ഹിന്റ് ഓഫ് ബ്രെയിൻ ഡാമേജ് ആണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹാൻഡ് പ്രിഫറൻസ് ബിഫോർ 8 months ഓഫ് ഏജ്. 8 മാസത്തിന് മുന്നേ കുട്ടി ഒരു കൈ മാത്രമായിട്ട് ഉപയോഗിക്കുക. സാധാരണ നമ്മളൊരു ടോയ് ഒരു കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഫസ്റ്റ് 2 കൈ നീട്ടിയാണ് വരേണ്ടത്. അതായത് ആ കുട്ടിക്ക് ഒരു കൈ മാത്രം നീട്ടാനുള്ള പക്വത ബ്രെയിനിന് വന്നിട്ടില്ല. അപ്പൊ അതിന് മുന്നേ ഒരു കുട്ടി കൈ നീട്ടി വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, മറ്റേ കൈക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ബിഫോർ 8 months ഹാൻഡ് പ്രിഫറൻസ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം, മറ്റേ കൈക്ക് എർബ്സ് പാൽസി പോലെയോ അല്ലെങ്കിൽ ഹെമിപ്ലേജിക് സെറിബ്രൽ പാൽസിയുടെ ലക്ഷണമാവാം. അപ്പൊ അതെപ്പോഴും നോക്കേണ്ടതാണ്. അതുപോലെ പിന്നെ ഒരു കാര്യം, പെർസിസ്റ്റന്റ് പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ബിയോണ്ട് യൂഷ്വൽ ഏജ് ഓഫ് ഡിസപ്പിയറൻസ്. ഒരുപാട് പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ഉണ്ട്, പ്രധാനമായിട്ടും മോറോ റിഫ്ലെക്സ്, അതുപോലെ ATNR പോലുള്ള പ്രിമിറ്റീവ് റിഫ്ലെക്സ്. അത് പാരന്റ്സിന് നോക്കാൻ പറ്റില്ല, അത് ഫിസിഷ്യന് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലത്തെ റിഫ്ലെക്സസ്, മോറോ റിഫ്ലെക്സ് ഒക്കെ 3 മാസമായിട്ടും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കമാൻഡോ ക്രോൾ എന്ന് പറഞ്ഞൊരു, അതായത് കുട്ടി ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് കമാൻഡോകൾ നീങ്ങണ പോലെ, അതായത് കുട്ടി കൈ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക ബോഡി, അതായത് കാലിന് ബലക്കുറവ് വരുമ്പോഴാണ് കുട്ടിയെ കാല് സ്ട്രെയിൻ കൊടുക്കാതെ കൈ കൊണ്ട് മാത്രം ബെല്ലി നിലത്ത് തട്ടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് കമാൻഡോ ക്രോൾ. അത് പെർസിസ്റ്റ് ചെയ്ത് പോകും. അതൊരു സ്റ്റേജിൽ എല്ലാ കുട്ടികൾക്കും നോർമലാണ്, പക്ഷെ അതിനുശേഷം പിന്നെ കുട്ടി ഉടല് പൊന്തിച്ച് കാല് മുട്ടുകുത്തി നടക്കാൻ തുടങ്ങും. പക്ഷെ ആ ഒരു സ്റ്റേജ് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സെറിബ്രൽ പാൽസിയിൽ ശരിക്കും ഗ്രോസ് മോട്ടോർ ആയാലും ഫൈൻ മോട്ടോർ ആയാലും, അതുപോലെ ലാംഗ്വേജ് ഡിലേ, നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ചിൽ പ്രശ്നങ്ങൾ വരാം. പൊതുവേ ലാംഗ്വേജ് ഡിലേ വരാറില്ല, ക്വാഡ്രിപ്ലെജിക് CP ലാംഗ്വേജ് ഡിലേ വരും. കാരണം എല്ലാ കോർട്ടക്സിന്റെ എല്ലാ ഏരിയയും പ്രശ്നമായതുകൊണ്ട് അതുപോലെ ഡിസ്കൈനറ്റിക് CPയിലും വരാം. പക്ഷേ പൊതുവേ ഡൈപ്ലേജിക് CPയിലൊന്നും ലാംഗ്വേജിൽ പ്രശ്നം വരാറില്ല.
സ്പീച്ചിൽ പ്രശ്നം വരാം, നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കുലേഷൻ പ്രശ്നം ഉള്ളതുകൊണ്ട് പ്രശ്നം വരാം. അപ്പം ഇതിൽ കൂടുതലായിട്ടും ഗ്രോസ് മോട്ടറും ഫൈൻ മോട്ടോറും പ്രശ്നം ഡിലേ വരുമ്പോഴാണ് ഈ നമ്മൾ സെറിബ്രൽ പാൾസി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ വൈകരുത് എന്നുള്ളതാണ്. എത്ര പണി ഓരോ മൈൽ സ്റ്റോൺസിനും ഓരോ സമയമുണ്ട്, അതെല്ലാം ഡിലേഡ് ആവാം. പക്ഷെ ഇതനുസരിച്ച് കുട്ടിയുടെ എല്ലാ അച്ചീവ്മെന്റ്സും പിറകോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ എത്രയും നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് സോഷ്യൽ സ്മൈല് 2 മാസം ആകുമ്പോൾ കുട്ടി ചെയ്തിരിക്കണം. കുട്ടി മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 2 മാസം ആകുമ്പോൾ കുട്ടി ഉണ്ടായിരിക്കണം. ഹെഡ് ഹോൾഡിങ് 4 മാസം ആകുമ്പോൾ ഉണ്ടായിരിക്കണം. സിറ്റിംഗ് സപ്പോർട്ട് 8 മാസം ആകുമ്പോൾ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡിങ് അലോൺ 1 വയസ്സാകുമ്പോൾ ഉണ്ടായിരിക്കണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ബേബി സീസ്, ഹിയേഴ്സ് ആൻഡ് ലിസൺ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കുട്ടിയുടെ കേൾവിയും കാഴ്ചയും നമ്മൾ ആദ്യം തന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ റെഫർ ചെയ്യുകയും വേണം. അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ പോലുള്ള ടെസ്റ്റും വിഷൻ അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് പോകാൻ. അപ്പൊ നമുക്കിത് ഒ പിയിലൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് TDS, ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് സ്ക്രീനിങ് ചാർട്ട്. ഇതിലിപ്പോൾ നമ്മൾ കുട്ടിയുടെ വയസ്സിന്റെ നേരേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് അതിന്റെ ലെഫ്റ്റിലുള്ള മൈൽ സ്റ്റോൺസ് എല്ലാം കുട്ടി അച്ചീവ് ചെയ്തിരിക്കണം. അതാണ് ഇത് പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഡിലേ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ചാർട്ടാണ് TDSC. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ അക്കോർഡിംഗ് കൈ കിട്ടി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള വാദശമനമായിട്ടുള്ള ചികിത്സകളും അതോടൊപ്പം അനുലോമന ഔഷധങ്ങളും ഒക്കെ കൊടുക്കാം. പിന്നെ സ്പാസിറ്റി വല്ലാതെ കൂടുതൽ കൺട്രാക്ചറുള്ള കുട്ടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള സ്നേഹസ്വേദങ്ങളും ഇപ്പൊ കിഴികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ കൂടെ മാത്രാവസ്ഥി, അതുപോലെ ശിരോവസ്ഥി, ശിരോപിജു, പിന്നെ അതുപോലെ യാവനവസ്ഥികൾ, നസ്യം, അതുപോലെ മേധിരസായനങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് സിംറ്റം ആൻഡ് ഏജ് ഓഫ് ദി ചൈൽഡ്. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ നമ്മൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി വളരെ നിർബന്ധമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. കമ്മിങ് ടു ഓട്ടിസം. ഓട്ടിസം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഇതൊരു ബിഹേവിയറൽ ഡിസോർഡർ ആണ്. ഇതിന് പ്രധാനമായിട്ടും 3 സിംറ്റം കൊണ്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അതായത് നമ്മൾ കുട്ടിക്ക് മറ്റുള്ള ആൾക്കാരോട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്. അത് ലാംഗ്വേജ് അല്ല ഉദ്ദേശിക്കുക, ഭാഷയല്ലാത്ത കാര്യങ്ങൾ. അതായത് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക, മുഖത്ത് നോക്കി ചിരിക്കുക, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുക, അതുപോലെ ബോഡി കൊണ്ടുള്ള ഓരോ ആക്ഷൻസ് കാണിക്കുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. രണ്ടാമത്തെ ലാംഗ്വേജ് പ്രോബ്ലം വരിക. മൂന്നാമത്തെ കാര്യമാണ് സ്റ്റീരിയോടൈപ്പിക് ആക്ഷൻസ്. അതായത് ആ സ്വാഭാവികമായിട്ടുള്ള ബോഡി കൊണ്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് കാണിക്കുക, തല ചിടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് എപ്പോഴും ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നോഡ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും മേശപ്പുറത്ത് ഇടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ചേഷ്ട എപ്പോഴും കാണിച്ചുകൊണ്ട്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഒരു കുട്ടിക്ക് വരുമ്പോൾ നമുക്കത് ഓട്ടിസം ആണ് നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക. ഓട്ടിസം ഐഡന്റിഫൈ ചെയ്യുക 2 മാസം ആകുമ്പോൾ തന്നെ വേണമെങ്കിൽ ഐഡന്റിഫൈ. കാരണം 2 മാസമായ കുട്ടി നേരത്തെ പറഞ്ഞ സോഷ്യൽ സ്മൈൽ അല്ലേ, മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കും, അറ്റ്ലീസ്റ്റ് അമ്മയെ കാണുമ്പോൾ ചിരിക്കും. ആ ഒരു ചിരി കുട്ടിക്ക് ഇല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഓട്ടിസം ആണെന്നല്ല, പക്ഷേ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഓട്ടിസത്തിലെ വേറൊരു സിംറ്റം പ്രധാനമായിട്ട് കാണുന്നത് GAT സിംറ്റംസ് ആണ്. 80% കുട്ടികളിലും ഈ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ പ്രോബ്ലംസ് കാണാറുണ്ട്. ലൈക്ക് ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ, കോളിക്ക്, അതുപോലെ ഡയറിയ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് കൂടുതൽ, ഇങ്ങനത്തെ പല GAT സിംറ്റംസും ഓട്ടിസത്തിൽ കൂടെ ആയിട്ട് കാണാറുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്ന ഒരുപാട് തിയറികളുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് ഗട്ട് മൈക്രോബയോട്ട, ഗട്ട് ബ്രെയിൻ തിയറി ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂവോ ബ്രെയിനിന്റെ ഒരു പ്രശ്നമോ ഒന്നും കാണിക്കാറില്ല. അബറന്റ് ബ്രെയിൻ കണക്ടിവിറ്റി പറയുന്നുണ്ട്, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ചില ഈ ഇഷ്യൂസ് പറയുന്നുണ്ട് എന്നല്ലാതെ. പക്ഷെ അതിന്റെ മെയിൻ കോസ് ആയിട്ട് ഇപ്പൊ പറയുന്ന ഗട്ടിലെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഗട്ടിന് കോഷ്ടത്തെ കൂടുതൽ നോക്കിയിട്ടാണ് ചികിത്സ കൂടുതലായിട്ടും ചെയ്യാറ്. അതിന്റെ കൂടെ ഉന്മാദ ട്രീറ്റ്മെന്റും മേധിരസായനങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ സോഷ്യൽ മൈൽ സ്റ്റോൺസ് ഇപ്പൊ ഡിലേഡ് ആവുന്ന നമുക്ക് 2 മാസം ആകുമ്പോൾ കുട്ടി നേരത്തെ പറഞ്ഞ പോലെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആ ഒരു ഇത് ഈ കുട്ടിയിൽ കാണില്ല. അതുപോലെ പുവർ ഐ കോണ്ടാക്ട്, സോളിറ്ററി പ്ലേ, കുട്ടി മുഖത്തേക്ക് നോക്കാതിരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക, പലപ്പോഴും മിങ്കിൾ ചെയ്യാൻ താല്പര്യം കാണിക്കാതിരിക്കുക, പുവർ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കുറയുക, ഫേഷ്യൽ സ്മൈല് കുറയുക, ഡിലേ ഓർ ടോട്ടൽ ലാക്ക് ഓഫ് ലാംഗ്വേജ്, ഒന്നെങ്കിൽ ലാംഗ്വേജിലെ ഡിലേ അല്ലെങ്കിൽ ഒട്ടും ലാംഗ്വേജ് ഇല്ലാത്ത അവസ്ഥ. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഇമ്പയർമെന്റ് ഉണ്ടാവും. ലൈക്ക് ഇക്കോലാലിയ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന കാര്യം അതേപോലെ തിരിച്ചിങ്ങോട്ട് പറയും. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ നെയിം തന്നെ തിരിച്ചു പറയും. അപ്പൊ സ്പീച്ച് ഉണ്ട്, പക്ഷെ ലാംഗ്വേജ് ഇല്ല.
അതുപോലെ സെയിംനെസ് ഓഫ് റുട്ടീൻസ്. കുട്ടി ഒരു കാര്യം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ കുട്ടി വീട്ടിൽ വെച്ച് ബ്രഷ് ചെയ്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ കുട്ടി ബ്രഷ് ചെയ്യുള്ളൂ. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വാശിയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സ്റ്റീരിയോടൈപ്പിക് ആക്ഷൻസ് ലൈക്ക് ഹെഡ് നോഡിങ്, ഹാൻഡ് ഫ്ലാപ്പിംഗ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് കാണുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ചികിത്സിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 9 മാസമായ കുട്ടി ഷോ സെവറൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ലൈക്ക് ഹാപ്പി, സാഡ്, ആംഗ്രി, സർപ്രൈസ്. ഇങ്ങനത്തെ ഫേഷ്യൽ ജസ്റ്റേഴ്സ് ഒട്ടും തന്നെ ഈ കുട്ടികൾക്ക് കാണാറില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോയിന്റിങ്. അതായത് ശരിക്കും സ്പീച്ച് വരാത്തൊരു കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പോയിന്റിങ്. എപ്പോഴും കുട്ടി ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഇവർക്ക് കാണില്ല, ഓട്ടിസം കുട്ടികൾ കാണിക്കാറില്ല. അതുപോലെ പ്രിട്ടൻഡ് പ്ലേ എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ കണ്ട് ചെയ്യുക. ഇപ്പോൾ അമ്മ ചെയ്യുന്നത് പോലെ കണ്ട്, ഇപ്പോൾ സാരി കൊടുത്ത്, പെൺകുട്ടികളാണെങ്കിൽ പാവകളൊക്കെ അല്ലെ താലോലിച്ച്, അങ്ങനെയൊന്നും ഇവർ ചെയ്യില്ല. അതുപോലെ ഹഗ് ചെയ്യുക, ഇതൊന്നും ഈ കുട്ടികൾ ചെയ്യില്ല. പ്രിട്ടൻഡ് പ്ലേ ഉണ്ടാവില്ല. അത് 15 മാസമായ കുട്ടികൾക്കാണ് ആവറേജ് വരുന്നത്. അതുപോലെ ഒരു പ്രശ്നം സ്റ്റീരിയോടൈപ്പിക് ആക്ഷൻസ് ആണ്. ഇതുപോലെ എപ്പോഴും എന്തുകൊണ്ടും ആക്ഷൻസ് എപ്പോഴും കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാണുകയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം ഒ പിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു കുട്ടിക്ക് വണ്ടി കൊടുക്കണേ ആ കുട്ടി വണ്ടി ഓടിച്ച് നോക്കുക ചെയ്യുക. പക്ഷേ ഈ കുട്ടികൾ ആ ടോയിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ച് കളിക്കുക ചെയ്യുക. ഒന്നുകിൽ ടയർ കറക്കി നോക്കും, അല്ലെങ്കിൽ ഒരു അങ്ങനെ നിരത്തി വെച്ച്, ഇപ്പോൾ കുറേ ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നിരത്തി വെച്ച് ഒരു ലൈൻ പോലെ വെക്കും. അപ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ഒരു പ്രത്യേക ഇതാണ് ഇവർ ഓട്ടിസം കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ്. അതുപോലെ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്സ്. ഇവർക്ക് സെൻസറി ഇന്റഗ്രേഷൻ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. എല്ലാ സെൻസിനോടും ഉണ്ട്, പ്രത്യേകിച്ച് സൗണ്ടിനോട്. അതായത് എന്തെങ്കിലും ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, എപ്പോഴും ചെവി പൊത്തിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ചും സംഭവിക്കാം. സെയിം പേഷ്യന്റിന് തന്നെ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അതായത് വലിയ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ദ സെയിം സ്റ്റിമുലൈ എന്നാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓട്ടിസത്തിന് സാധ്യത കൂടുതലാണ്. നമ്മൾ ഒ പിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സ്കെയിൽസ്, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് കാസ് ആണ്, ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിലാണ്. അല്ലാതെ ഇപ്പോൾ വേറെ ഇന്ത്യൻ സ്കെയിൽ ഫോർ ഓട്ടിസം ഉണ്ട്. അതുപോലെ ATEC, ഓട്ടിസം ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് അത് അസസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കാസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഒരു 15 പോയിന്റ് ഉണ്ട്. ആ 15 പോയിന്റിലും 4 സബ് ഡിവിഷൻസ് ഉണ്ട്. അത് റേഞ്ച് വാല്യൂ ചെയ്തിട്ട് എബവ് 30 ആണെങ്കിൽ വി കൻ അസസ് ദാറ്റ് ചൈൽഡ് ഇസ് ഹാവിങ് ഓട്ടിസം. അതന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ സിവിയറിറ്റി അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 to 34 ആണെങ്കിൽ മൈൽഡ് ആണ്, 37 വരെ ആണെങ്കിൽ മോഡറേറ്റ് ആണ്, 37 എബവ് ആണെങ്കിൽ സിവിയർ ആണ്. അങ്ങനെ നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് അവരുടെ സിവിയറിറ്റി അളക്കാനും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റ് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രീറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസത്തിൽ അക്നിക്ക് കറക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അക്നി കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ വേറെ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. ഉന്മാദ ലൈൻ ഓഫ് മാനേജ്മെന്റും നീതരസായനസ് ലൈക്ക് സ്വർണ്ണപ്രാശ, ശിരോലേപ ആൻഡ് വേരിയസ് തെറാപ്പീസ് കൂടെ അഡ്ജുവന്റ് ആയിട്ട് കൊടുക്കാൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ലൈക്ക് ബിഹേവിയറൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി. കമ്മിങ് ടു ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഡിസീസാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റി, രണ്ടാമത്തത് ഇൻഅറ്റൻഷൻ, മൂന്നാമത്തത് ഇമ്പൾസിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ കുട്ടി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയില്ല. അത് സ്കൂളിൽ പോയാലും വീട്ടിലായാൽ തന്നെ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു 10 മിനിറ്റ് പോലും കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ശ്രദ്ധയില്ലാത്ത അവസ്ഥ. ഹോംവർക്ക് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കാനാണെങ്കിൽ പോലും ഒരു പ്രത്യേക കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പോലും കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഅറ്റൻഷൻ. മൂന്നാമത് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റി എന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വന്തം നിയന്ത്രണമില്ലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എടുത്ത് ചാടിയിട്ട് മറുപടി പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇങ്ങോട്ട് അമ്മ എന്തെങ്കിലും ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും അടിക്കുക. അങ്ങനെ ഒരു സ്വന്തം നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയും. 3 കാര്യങ്ങളും ഒരു കുട്ടിയിൽ കാണാറുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറെ റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതായത് ജനന സമയത്ത് ഈ പറഞ്ഞ പോലുള്ള ഹൈപ്പോക്സിയ, അക്സിയ, അതുപോലെ ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അതൊക്കെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രൂവൺ അല്ല. ഈ കുട്ടികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട്ടിലുള്ള ചില പാരന്റിങ് പ്രശ്നങ്ങൾ കാരണമൊക്കെ ADHD പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്തായാലും ഡയഗ്നോസ് ചെയ്യാൻ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു 6 മാസമെങ്കിലും കുട്ടികൾ തുടർച്ചയായിട്ട് കാണണം. അതുപോലെ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസിലും കാണണം. അതായത് വീട്ടിൽ നല്ലോണം എന്താ പറയുക ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടി സ്കൂളിൽ പോയി അടങ്ങിയിരിക്കുകയാണെങ്കിൽ വി കാൻ ഡയഗ്നോസ് ഇറ്റ് ആസ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പം സ്കൂളിൽ നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട്
ആണ്, ഓടി നടക്കും, തീരെ ഹോംവർക്ക് പറഞ്ഞ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ സ്കൂളിൽ കംപ്ലൈന്റ് ഉണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പം ദാറ്റ് ഇസ് നോട്ട് ADHD. അപ്പോൾ ADHD എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ, വീട്ടിലും അതുപോലെ പുറത്തും, അതുപോലെ അടങ്ങിയിരിക്കേണ്ട സാഹചര്യത്തിൽ കുട്ടി അടങ്ങിയിരിക്കും. ഇപ്പൊ പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ വേറെ കല്യാണത്തിനൊക്കെ പോയാൽ നമ്മൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അവിടെ അടങ്ങിയിരിക്കില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ADHD എന്ന് പറയാറുണ്ട്. ഒന്ന് പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ്, അതായത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുട്ടികളാണ്. അവർക്ക് ഇനറ്റൻഷൻ അത്ര കാണില്ല, ഹൈപ്പർ ആക്ടിവിറ്റി ആണ് കൂടുതൽ കാണുക. ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരെ ഇങ്ങനത്തെ കുട്ടികളാണ്. അവർക്ക് ഇനറ്റൻഷൻ ഇല്ലെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അവർ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് പലപ്പോഴും കംപ്ലൈൻറ്റ്സ് പാരൻസിനോട് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരിക. പക്ഷെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് പ്രിഡോമിനന്റ്ലി ഇനറ്റൻറ്റീവ് ടൈപ്പാണ്. ഇങ്ങനത്തെ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി അത്ര കാണില്ല, ഇവർക്ക് ഇനറ്റൻഷൻ ആണ് കൂടുതലായിട്ട് പ്രശ്നം കാണുക. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുട്ടികളെ ചിലപ്പോൾ മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ ഈ എന്താ പറയുക, പാരൻസും വലിയ പ്രശ്നം, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് പക്ഷെ മാനേജബിൾ ആണ്, അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണിക്കാൻ വരില്ല. പക്ഷെ അവർക്ക് ശരിക്കും ADHD ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനറ്റൻഷൻ കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് പഠനത്തെ ബാധിക്കും, അവർക്ക് പുവർ സ്കൂൾ പെർഫോമൻസും അതുപോലെ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമതായി ഇത് മൂന്നും ഒരേപോലെ കാണുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇനറ്റൻഷൻ എങ്ങനെ, ഇതൊരു അതിൻ്റെ ഓരോ DSM-5 ക്രൈറ്റീരിയ ആണ്. നമ്മൾ എങ്ങനെ ഇനറ്റൻഷൻ എങ്ങനെയാണ് നോക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ മേക്സ് കെയർലെസ് മിസ്റ്റേക്സ് ഇൻ സ്കൂൾ വർക്ക് ആൻഡ് അതർ ആക്ടിവിറ്റീസ്, ഹാസ് ഡിഫിക്കൽട്ടി ഇൻ കീപ്പിംഗ് അറ്റൻഷൻ ഓൺ ടാസ്ക് ഓർ പ്ലേയിലായാലും സ്കൂൾ വർക്കിലായാലും അവർക്ക് കുറച്ച് നേരം അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റാതെ വരാം. ഡസ് നോട്ട് സീം ടു ലിസൺ വെൻ സ്പോക്കൺ ടു, നോക്കി ലിസൺ ചെയ്യാത്ത പോലെ ഇരിക്കുക. ഡസ് നോട്ട് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫെയിൽസ് ടു ഫിനിഷ് സ്കൂൾ വർക്ക്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനറ്റൻഷനിൽ വരുന്നത്. അതുപോലെ ഇത് ഓരോന്നും നോക്കിയിട്ട് നമുക്ക് അവർക്ക് ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പഠനത്തിൽ പുറകോട്ട് പോകാനും ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് ലഹരി ഉപയോഗം വരെ, അക്രമ സ്വഭാവം, കുടുംബ വഴക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവർ സ്കൂൾ ഫെയിലിയറിലേക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാലാണെങ്കിലും നോർമൽ ആയിട്ടുള്ളൊരു ലൈഫ് തന്നെ കുട്ടിക്ക് ഫോളോ ചെയ്യുന്നത്. അഡൽട്ടിലേക്ക് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ADHD ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എത്രയും നേരത്തെ ചികിത്സിച്ച് ട്രീറ്റ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ADHD സംബന്ധിച്ച്. അസസ്മെന്റിന് ഉപയോഗിക്കുന്നത് സാധാരണ കോർണേഴ്സ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലാണ്. അത് എബവ് 60 വരികയാണെങ്കിൽ അതിന് കുട്ടിക്ക് ADHD ഉണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യാറുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് പൊതുവെ വാദപൈത്തിക ഉന്മാദ ചികിത്സയാണ്. വാദപൈത്തിക ശമനമായിട്ടുള്ള മരുന്നുകളാണ്. ധാര അതുപോലുള്ള കഷായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ മേധരസായനങ്ങൾ, ശിരോലേപം, തളം, ശിരോധാര ഒക്കെ ചെയ്യാറുണ്ട് അക്കോർഡിംഗ്ലി അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട്. അതുപോലെ ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പ്രത്യേകം മാതാപിതാക്കളോട് പറയേണ്ടതാണ്. അടുത്തതായി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം. ഇതിന് ഏർലിയർ ടേം വെച്ചിരുന്നത് മെന്റൽ റിട്ടാർഡേഷൻ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് IQ ബിലോ 85. അപ്പോൾ ഈ കുട്ടികൾക്ക് സംബന്ധിച്ച് അവർക്ക് പൊതുവെ കോഗ്നിറ്റീവ് സ്കിൽസും അതുപോലെ അഡാപ്റ്റീവ് ബിഹേവിയറും വളരെ പുറകോട്ടായിരിക്കും. അതായത് ഡെയിലി ലിവിങ് സ്കിൽസ് ലൈക്ക് ഈറ്റിംഗ്, സ്വന്തമായി ഭക്ഷണം കഴിക്കുക, സ്വന്തമായി ഡ്രസ്സ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, പൊതുവെ എല്ലാത്തിലും അവർ ഡിലേഡ് ആയിരിക്കും. പക്ഷേ മൈൽ സ്റ്റോൺസ് പിന്നീട് അച്ചീവ് ചെയ്യും, നോർമലാവും, പിന്നെ മോട്ടോർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് അഡാപ്റ്റീവ് സ്കിൽസിലും അതുപോലെ ഡെയിലി ലിവിങ് സ്കിൽസിലും ഒക്കെയാണ് അവർക്ക് പ്രശ്നം വരിക. അതുപോലെ തന്നെ പുവർ സ്കൂൾ പെർഫോമൻസും വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ പാരൻസ് പൊതുവെ അവരെ പഠിക്കുന്നില്ല എന്നുണ്ടെ കൊണ്ടുവരിക. പക്ഷെ നമ്മൾ അസസ് ചെയ്തിട്ട് അവർക്ക് IQ എത്രയാണ് നമ്മളെല്ലാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് IQ നോക്കുക ആദ്യം. അപ്പോൾ IQ ഇഫ് ഇറ്റ് ഇസ് ബിലോ 85 നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനുശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാവുള്ളൂ. കാരണം IQ ഇഫ് ഇറ്റ് ഇസ് എബവ് 85 ആണ്, പക്ഷെ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ല, അത് ലേണിംഗ് ഡിസോർഡർ ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പാരന്റ് കൗൺസിലിംഗ് കൊടുക്കണം. IQ ഇഫ് ഇറ്റ് ഇസ് ബിലോ 85 കുട്ടിക്ക് ID ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിലോ 85 ആയൊരു കുട്ടിക്ക്
ബോർഡർ ലൈൻ MR ആണ്. അതായത് കുട്ടിക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ഇത് വൾണറബിൾ ടു എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ആണ്. അവർക്ക് എന്താ പറയുക, കുറച്ചൊരു സപ്പോർട്ട് കൊടുത്ത് കൂടുതലായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷനും ട്രെയിനേഴ്സിനൊക്കെ വെച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരു 10ാം ക്ലാസ്സൊക്കെ പാസ്സായി +2 പാസ്സായി അവരെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏജിൽ, ചെറിയ ഏജിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ക്യാൻ മേക്ക് ഒരു കുട്ടിയെ നോർമൽസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനെ താഴ്ത്തോട്ട് ഈ പറഞ്ഞ ഐക്യ വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പഠിത്തത്തിലെ കുട്ടിയെ വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ പക്ഷെ ബാക്കിയുള്ള സ്കിൽസിൽ, ഡെയിലി ലിവിങ് സ്കിൽസ് പോലുള്ള സ്കിൽസ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന പറ്റാവുന്ന മേധരസായനങ്ങളൊക്കെ കൊടുക്കാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏർലി ആയിട്ടുള്ള ഇന്റർവെൻഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക്. അതിൽ ഇപ്പോൾ ജനറ്റിക് ആയിട്ട് ക്രോമസോമൽ ഡൗൺ സിൻഡ്രോം, അതുപോലെ മെറ്റബോളിക് റീസൺസ്, ഫീനൽകിറ്റനൂറിയ പോലുള്ള മെറ്റബോളിക് റീസൺസ് ഉണ്ട്. അതുപോലെയുള്ള ഒരുപാട് ജനറ്റിക് ആയിട്ട് കോസസ് ഉണ്ട്. അതിലൊന്നും നമുക്ക് കൂടുതലായിട്ട് ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരുപാട് വേറെ കോസസ് ഉണ്ട്, ലൈക്ക് പുവർ പാരന്റിങ്, ചൈൽഡ് അബ്യൂസ്, ഹൈപ്പോതൈറോയിഡിസം. വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ ഏറ്റവും പ്രിവെന്റബിൾ കോസ് ആണ് MRന്റെ എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം കണ്ടെത്തി ഏറ്റവും ഫസ്റ്റ് തന്നെ കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുക. ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് സപ്ലിമെന്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് പറയണം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. പ്രിവെന്റബിൾ കോസ് ഓഫ് MR ആണ് ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ വേം ഇൻഫെസ്റ്റേഷൻ ആൻഡ് മാൽന്യൂട്രീഷൻ, പ്രത്യേകിച്ച് അയൺ കുറവുണ്ടെങ്കിലൊക്കെ, അതുപോലെ വൈറ്റമിൻ D ഇപ്പൊ പറയുന്നുണ്ട്. ഇതെല്ലാം കോസസ് ഓഫ് IQ കുറവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനൊക്കെ അഡ്രസ് ചെയ്ത് എത്രയും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ ശ്രമിക്കാം. അടുത്തത് ലേണിംഗ് ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ പഠന വൈകല്യമാണ്. ഇതൊരു പ്രത്യേക ഏരിയയിൽ മാത്രം കുട്ടിക്ക് പ്രശ്നമുള്ളൂ. അതായത് എല്ലാ കോഗ്നിറ്റീവ് എബിലിറ്റീസിലും പ്രശ്നമില്ല, അത് അഡാപ്റ്റീവ് ഫംഗ്ഷൻസിലൊന്നും പ്രശ്നമില്ല, നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഡിലേ ആണ്. പക്ഷെ കുട്ടിക്ക് സ്കൂളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയയിൽ മാത്രം പ്രശ്നം വരും. ഒന്നെങ്കിൽ വിഷ്വൽ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഓഡിയോ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം കുട്ടിക്ക് പ്രശ്നം വരുന്നത് കൊണ്ട് അവർക്ക് ലേണിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പൊതുവെ കുട്ടിക്ക് നോർമൽ IQ ആയിരിക്കും. നമ്മൾ IQ അസസ് ചെയ്യാൻ വേണ്ടി വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുട്ടിക്ക് 85 above 90 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും IQ. അപ്പോൾ നമ്മളെപ്പോഴും പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികളെ അസസ് ചെയ്യുമ്പോൾ ആദ്യം IQ അസസ് ചെയ്യുക. അത് നോർമൽ ആണോ ബിലോ നോർമൽ ആണോ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ചികിത്സ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കുട്ടികളിൽ നോർമൽ IQ ബട്ട് പുവർ സ്കൂൾ പെർഫോമൻസ് ആണ് ലേണിംഗ് ഡിസോർഡേഴ്സ്. അത് പലതരത്തിലുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് അതനുസരിച്ച് ഡിസ്ലെക്സിയ ഉണ്ട്, അതായത് കുട്ടിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ആണ് ഡിസ്ലെക്സിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. രണ്ടാമത് കാണിച്ചിട്ട് ഡിസ്ഗ്രാഫിയാണ്. മൂന്നാമത്തെ ഡിസ്കാൽക്കുലിയ, ഈ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയ. അപ്പോൾ ഈ ലേണിംഗ് ഡിസോർഡേഴ്സ് ആയാലും ഇഫ് നോട്ട് ട്രീറ്റഡ്, നമ്മൾ പഠിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അത് ലേണിംഗ് ഡിസോർഡേഴ്സ് ശരിക്കും നമ്മൾ കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു പുവർ സ്കൂൾ പെർഫോമൻസ് ആൻഡ് ഭാവിയിൽ ഡിപ്രഷൻ, ആൻസൈറ്റി, പുവർ സെൽഫ് എസ്റ്റീം പോലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. അത് കറക്റ്റ് ലേണിംഗ് ഡിസബിലിറ്റി മനസ്സിലാക്കി അതിന് തക്കതായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ മേധരസായനങ്ങളും ഘൃതങ്ങളും ശിരോധാര, നസ്യ, യാപനവസ്ഥയൊക്കെ ചെയ്യാറുണ്ട്, ദീപനപാചനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ് ഉണ്ട് ഇതിന്. അത് നമ്മളല്ല ചെയ്യുന്നത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ് ചെയ്യുന്നത്. അതുകൂടി കുട്ടിക്ക് നമ്മൾ റെഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതൊരു ഡെവലപ്മെന്റ് ഡിലേയുള്ള കുട്ടി വന്നാലും നമ്മൾ അതിൽ ഹിയറിംഗ് ആൻഡ് വിഷൻ അസസ്മെന്റ് എപ്പോഴും ചെയ്തിരിക്കണം. അത് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഹിയറിംഗ് ലോസോ അല്ലെങ്കിൽ വിഷൻ ലോസോ ഉള്ള കുട്ടിക്ക് ഒരു ഡെവലപ്മെന്റും ശരിക്കും വരില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹിയറിംഗ് വിഷൻ അസസ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ കമ്മിങ് ടു ദി കൺക്ലൂഷൻ, നമ്മൾ ഏത് ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. പാരൻസിനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. ഏർലി സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം സ്റ്റിമുലേഷൻ കുട്ടിക്ക് കൊടുക്കുക. അത് വിഷ്വൽ സ്റ്റിമുലേഷൻ, ഓഡിറ്ററി സ്റ്റിമുലേഷൻ. കുട്ടിയെ നമ്മൾ എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് കൊടുത്തിട്ട് നമ്മൾ എല്ലാ വീട്ടിലും ചെയ്യാറുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ എത്രയും നേരത്തെ ഏർലി സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റാവുന്ന സ്റ്റിമുലേഷൻ കൊടുക്കുക. അതിനെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. ടാക്ടൈൽ സ്റ്റിമുലേഷൻ, നമ്മുടെ മെസ്സാജും ഈ പറഞ്ഞതൊക്കെ അതിൽ വരും. ഓഡിറ്ററി സ്റ്റിമുലേഷൻ, പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക, താരാട്ടുപാടി ഉറക്കുന്നത്, തൊട്ടിയിലാട്ടി ഉറക്കുന്നതൊക്കെ വെസ്റ്റിബുലാർ കൈനസ്റ്റിക് സ്റ്റിമുലൈ ആണ് ടു ദി ബ്രെയിൻ. അപ്പോൾ ഇത്തരം സ്റ്റിമുലേഷൻസ് ഒക്കെ നേരത്തെ കൊടുക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇന്റർവെൻഷൻസിനും
ആവശ്യം വരും. ലൈക്ക് ന്യൂറോളജിസ്റ്റ് ആയാലും, ക്ലിനിക്കൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ചിലപ്പോൾ ആവശ്യം വരും, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ആൻഡ് ലാസ്റ്റ്ലി ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയുർവേദിക് പീഡിയാട്രിഷ്യൻ നിർബന്ധമായിട്ട് വരും. കാരണം നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് പോലുള്ള ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ്, അതിപ്പം മേധരസായനങ്ങളായിക്കോട്ടെ, വസ്തി ആയിക്കോട്ടെ, നസ്യമായിക്കോട്ടെ, ശിരോലേപമായിക്കോട്ടെ, തളമായിക്കോട്ടെ, ഇതെല്ലാം വേറെ ഒരു ഫീൽഡിലും ഇല്ല. അപ്പം നമ്മുടെ മെഡിസിന് ചെയ്യാവുന്ന ഈ ബുദ്ധി വളർച്ചയെ സഹായിക്കുന്ന ഇത് വേറെ ഒരു ശാസ്ത്രത്തിനും ഇല്ല. അതുകൊണ്ട് ആയുർവേദത്തിൽ ചെയ്യാവുന്ന പരമാവധി ചെയ്യുക, അതോടൊപ്പം നമ്മൾ ഇതുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഡിസോർഡർ വരെ നമുക്ക് നോർമലാക്കാൻ പറ്റും. എല്ലാം നോർമലാക്കാൻ പറ്റുന്നില്ല. ഇപ്പം സിവിയർ ആയിട്ടുള്ള ക്വാഡ്രിപ്ലെജിക് CPO അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഓട്ടിസം ഒക്കെ പലപ്പോഴും നമുക്ക് നോർമലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് ഓട്ടിസം, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറിബ്രൽ പാൽസി, മൈൽഡർ ഫോം ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ ലേണിംഗ് ഡിസോർഡേഴ്സ്, ADHD, ഇതെല്ലാം വളരെ നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഐ എം കം ടു ദി എൻഡ് ഓഫ് മൈ പ്രസന്റേഷൻ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനൊരു 5 മിനിറ്റ് സമയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതിയാവും. ഡോക്ടർ അജിത് കുമാർ. അതെ. ഞാൻ ഡോക്ടർ അജിത് കുമാർ, എറണാകുളം സിറ്റി. ഡോക്ടറെ അവിടെ കേൾക്കാമോ? ഞാൻ പറയണ കേൾക്കാമോ? കേൾക്കാം. അല്ല, അവിടെ നമ്മൾ പ്രസൂതിയന്തര സ്ഥിരോഗത്തില് നമ്മള് ഇത് ചികിത്സിച്ചതിൽ നമ്മളുടെ എത്ര അതിനുള്ള ഡാറ്റ വല്ലതും നമ്മളുടെ കയ്യിലുണ്ട്? എത്രത്തോളം നമുക്ക് ചികിത്സിക്കാൻ പറ്റി? ഏത് മരുന്ന് വെച്ച് ചെയ്തപ്പോ അതിൻ്റെ ഉള്ളിൽ ഇത്ര % ഗുണം കിട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു OP ഇത്ര പേര് വന്ന് അവിടെ ചികിത്സ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ഡാറ്റ അല്ലെങ്കിൽ നമ്മളുടെ അതിൻ്റെ ഉള്ളൊരു അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ? അതെ. പ്രസൂതി ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മൾ കൗമാരവൃത്തി ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ, അതല്ലേ ഉദ്ദേശിച്ചത്? പ്രസൂതി കൗമാരം ഇതിനുള്ളിൽ ചേർന്നിട്ടുണ്ടോ? വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇവിടെ PGs ഇല്ല. നമ്മൾ പരമാവധി പക്ഷെ ചെയ്യുന്നത് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മുടെ OP. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമ്മളൊരു MRN ഷീറ്റ്, മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും തിരക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പം ചെയ്യാറില്ല. പക്ഷെ എന്നാൽ പോലും ഒരു പരിധിവരെ കുറെയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ ഉള്ളിൽ ഓട്ടിസം, ADHD, പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ലേ? ഓട്ടിസ്റ്റിക് ചൈൽഡ് ഒരു ഇപ്പോ സാധാരണ രീതിയിൽ ഇപ്പോ ഒരു 2 വയസ്സ് വരെ നോർമൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വ്യത്യാസം പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പൊ 2 വയസ്സ് വരെ നോർമൽ, ലേറ്റ് ഓൺസെറ്റ് ഓട്ടിസം എന്ന് പറയും. 2 വയസ്സ് വരെ നോർമൽ ആയിട്ട് പിന്നീട് വരുന്നത് അങ്ങനത്തെ ഓട്ടിസം ഉണ്ട്. അതാണ് ഗട്ട് ബ്രെയിൻ തിയറിയിൽ പറയുന്നത്. ഗട്ട് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അത് കൂടുതലായിട്ടും വരുന്നത്. എന്തെങ്കിലും ഒരു പിന്നെ ഗട്ട് റിലേറ്റഡ് അസുഖമുള്ള കുട്ടികൾക്ക് പിന്നീടാണ് ഓട്ടിസം മിക്കവാറും കാണുന്നത്, ലേറ്റ് ഓൺസെറ്റ് ഓട്ടിസം. അപ്പോ നമ്മൾക്ക് പൊതുവായിട്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ രീതിയാണ് ഇപ്പോ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നത്. ഇത് അഗ്നിദീപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചികിത്സ രീതിയിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അതിൽ വർക്ക് ചെയ്ത കാരണം ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം ഹിന്ദുബന്ധം കഷായം കൊടുക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ബ്രഹ്മരാഷാദി, പിന്നെ അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്താൽ ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടികളും നമ്മൾക്ക് ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോ അത്
അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഈ സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മ്യൂസിക്കിലോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇവർ ഓട്ടിസ്റ്റിക് ചൈൽഡ് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മളൊരു പടം കാണിച്ച് അങ്ങനെയൊക്കെ അവർക്കൊരു കംപ്ലീറ്റ് ഒരു ടീം വർക്ക് പോലെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. അപ്പോൾ ഈ ഇപ്പം നമുക്ക് മരുന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ പ്രശ്നം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ മരുന്നുകൾ അത് നമ്മൾ ഇങ്ങനെ പറയാം അഗ്നിദീപ്തി കഴിഞ്ഞ് നമ്മൾ മറ്റേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ചെയ്യും അല്ലെങ്കിൽ ഇതാരെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ വേറെ സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഉണ്ടോ, നിങ്ങൾക്ക് ഏത് മരുന്ന് അല്ലെങ്കിൽ ഇത്രയും കൊടുത്ത് ടീം വർക്കൗട്ട് ചെയ്ത് അവർക്ക് ഇത്രത്തോളം പെർസെൻറ്റേജ് കുറവായി എന്നുള്ള ഡാറ്റ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ തൃപ്പൂണിത്തുറ കോളേജ് പോലെയുള്ള സ്ഥലത്ത് അത് ഡാറ്റ എടുത്തു വെച്ചാൽ ഭാവിയിൽ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. അതെ അതെ, താങ്ക് യു ഡോക്ടർ. നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, പറഞ്ഞ പോലെ അത്ര എന്താ പറയാ PG ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കാരണം അത്ര ആപ്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും സൂക്ഷിക്കുന്നുണ്ട്. അല്ല നമുക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഒരു PhD വർക്ക് നടക്കുന്നുണ്ട് ഓട്ടിസത്തിൽ. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ എന്തായാലും ഡോക്യുമെന്റ് ചെയ്ത് വെക്കും നല്ല രീതിയിൽ. പിന്നെ അല്ലാതെ തീസിസ് വർക്കൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. പക്ഷെ ഈ പറഞ്ഞ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? ഇപ്പം ഡോക്ടർ ഇത് പോയിട്ട് വേറെ ഒരു അലോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും എല്ലാം കൂടി സദസ്സിൽ പറയുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കും നിങ്ങൾ മരുന്ന് കൊടുത്തു, ആ കുട്ടിയിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കുറവ് കിട്ടി, അതിൻ്റെ ഡാറ്റ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമുക്ക് സംസാരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റേ ഞാനവിടെ പഠിച്ച ആളാണ്. അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഇപ്പോൾ നമുക്ക് അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ഒപ്പിൽ ഇത്ര പേര് വന്നു, അതിൻ്റെ ഉള്ളിൽ ഇത്ര പേർക്ക് ഇത്ര ഇത് മുഴുവൻ സുഖപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 25% ഇതായി പിന്നെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത കൊല്ലം വീണ്ടും ഒപ്പിൽ വന്നു. അപ്പോൾ നമ്മൾ ഇന്നെ അത് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ കുട്ടിയിൽ ഇപ്പോൾ ഐ കോണ്ടാക്ട് ശരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് അതിൻ്റെ ഉള്ളിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതിലൊരു ഇത് വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ അത് വേറെ സ്ഥലത്ത് നമുക്ക് പിന്നീട് നമ്മുടെ മരുന്നിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കണ്ട. മരുന്ന് ഒരാൾക്കും ഒരുപോലെ ഉള്ള മരുന്നിൻ്റെ നമ്മൾ ഉന്മാദത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിദീപ്തി എപ്പോഴും ചെയ്യേണ്ടി വരും, അത് ശരിയാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ഒരു ഭാവിയിലും നമുക്കും നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. പ്രസന്റേഷൻ ഒക്കെ വളരെ നന്നായിരുന്നു, ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒക്കെ എല്ലാം നന്നായിരുന്നു. പക്ഷെ ഇത് പലവർക്കും ഇത് അറിയാത്ത ഇതാണ്. നമ്മളിത് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ ഓട്ടിസം ഇല്ലല്ലോ, മറ്റൊരു അസുഖമില്ലല്ലോ. അപ്പൊ നമ്മളപ്പോ സ്പെക്ട്രത്തിൽ പലവർക്കും പല വ്യത്യാസങ്ങളായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ശരി, താങ്ക് യു. ഡോക്ടർ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് 2 ഡോക്ടേഴ്സ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മേധ്യ രസായനാസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. മേധരസായനങ്ങൾ നമ്മൾ പൊതുവെ ഘൃതങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സിംഗിൾ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്, PHT മധു, അതുപോലെ ശംഖുപുഷ്പി, ഗുളൂച്ചി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഘൃതങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കല്യാണഘൃതം, തിക്തഘൃതം, അതുപോലെ പഞ്ചഗവ്യഘൃതം, ഇങ്ങനെ അക്കോർഡിംഗ്ലി ദോഷം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ സ്വർണ്ണപ്രാശം വളരെ പ്രധാനപ്പെട്ടതാണ്, സ്വർണ്ണപ്രാശം കൊടുക്കാറുണ്ട്. ഹലോ ഡോക്ടർ. ഡോക്ടർ, നമ്മളിപ്പം ഓട്ടിസം സ്പീക്ക് അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ബ്രേക്ക് കൊടുക്കില്ല, കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു, കുറെ നാൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. കൂടുതലായിട്ട് നമ്മൾ പറയാറ് 6 മാസം കൂടുമ്പോൾ IP ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ്, 6 മാസത്തിലൊരിക്കൽ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ക്രിയകൾ, ഇപ്പോൾ എന്താ പറയാ, ചെറിയ ഞവരലേപം, അതുപോലെ ഇപ്പൊ മാത്രാവസ്ഥയൊക്കെ പഠിക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ അത്തരം നല്ല സ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഉപനാഹ ബാൻഡേജ്, അതുപോലെ ചില കിഴികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കേസസിലൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയും. സാധാരണ രീതിയിൽ നമ്മൾ 6 മാസം കൂടുമ്പോഴാണ് IP അഡ്മിഷൻസ് പറയുന്നത്. അതിനിടയ്ക്ക് ഇന്റേണൽ മെഡിക്കേഷൻസും പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്രിയകൾ ഇടവിട്ടിട്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ പറയാറില്ല. ഒരു മാസത്തിൽ
ആദ്യത്തെ 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാറ്. പിന്നെ നസ്യം അതുപോലെ ഇന്റേണൽ മെഡിക്കേഷൻസ് റെഗുലറായിട്ട് പറയാറുണ്ട്. പിന്നെ മാത്രാസ് ഈ പറഞ്ഞ പോലെ മാസത്തിൽ 7 ദിവസം ഒക്കെ അവരെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ചില അമ്മമാർക്ക് പേടിയായിരിക്കും, അങ്ങനെ ധൈര്യമുള്ള അമ്മമാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഡോക്ടർ, ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് സ്വർണ്ണപ്രാശത്തിന്റെ ഡോസ് ഒന്ന് പറയാമോ? നമ്മൾ സ്വർണ്ണപ്രാശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡ്രോപ്സ് ആയിട്ട് ചില കമ്പനീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ഈ സ്വർണ്ണത്തിന്റെ തകിട്, തനി തങ്കത്തിന്റെ തകിട് വജയുടെ ഒരു വയമ്പിന്റെ അകത്ത് തറച്ചിട്ട് അതൊരു 3 പ്രാവശ്യം കല്ലിൽ ഒരതി അതിൽ തേന് കൂട്ടി വടിച്ചെടുത്ത് കൊടുക്കാനാണ് പറയാറ്. അപ്പൊ അതിൽ നമ്മൾ ഡോസ് എന്ന് പറയാനുള്ളതില്ല. ശരിക്കും 3 പ്രാവശ്യം ഒരതിയിട്ട് കല്ലിൽ ഒരതി പിന്നെ അത് തേന് കൊണ്ട് വടിച്ചെടുത്ത് ഒരു പ്രാവശ്യം നാക്കിൽ തേച്ച് കൊടുക്കുക. അപ്പം എത്ര വയസ്സാ ചോദിച്ചേ കുട്ടിക്ക്? 5 വയസ്സ്. ഒരു പ്രാശം പോലെ നമുക്ക് ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഡ്രോപ്സ് അല്ല ലേഹ്യം പോലെയാണ്. ലേഹ്യം പോലെ, സാധാരണ ലേഹ്യം പോലെ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല സ്വർണ്ണപ്രാശം. അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേറെ ഉള്ള? ഏത് കമ്പനിയുടെ? അല്ല, അത് ഒരു നമ്മുടെ കൂടെയുള്ള ഒരു ക്ലാസ്മേറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. അപ്പൊ ഒരു 10 ദിവസം കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് ശരിക്കും അതിന്റെ എത്രയാണ് അതിന് ഇൻഗ്രീഡിയൻസിന്റെ ഡോസേജ് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ അല്ല എത്രയാന്നുള്ളത്. ഡ്രോപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഡോസ് ആയിരിക്കും ഈ ഉറച്ചു കൊടുക്കുക. 5 വയസ്സുള്ള കുട്ടിക്ക് ഡോസ് കുറച്ച് കൂടുതൽ കൊടുക്കാം. അതായത് ഇൻഗ്രീഡിയൻസിന്റെ ഡോസേജ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഡോക്ടർ സാർ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ദിലീപ്. നമസ്കാരം ഡോക്ടർ. വളരെ നന്നായിരുന്നു പ്രസന്റേഷൻ. ചെയ്യുന്നു. നമ്മുടെ രാജേഷ് സാർ പറഞ്ഞ പോലെ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതെ സാർ, നമ്മൾ ചെയ്യാറുണ്ട് പറഞ്ഞ പോലെ. നമ്മൾ അങ്ങനെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് വരുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ കേസ് ഷീറ്റും ഈ പറഞ്ഞ റെസ്പിറേറ്ററി അതുപോലെ ജ്വരം അതുപോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കീപ്പ് ചെയ്യാറില്ല. ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് നമ്മൾ ഒരു പരിധിവരെ കീപ്പ് ചെയ്യുന്നുണ്ട്. വളരെ താല്പര്യമുള്ള വിഷയം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് സാമ്പിളാണ് അർബൻ സിവിലൈസേഷൻ. വിദേശ രാജ്യങ്ങളിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടമാനം കണ്ടുവരുന്നു. കണ്ടമാനം കുട്ടികൾ ഡിസ്ഗ്രാഫിയും ഡിസ്ലെക്സിയും കണ്ടമാനമുണ്ട്. അപ്പൊ അതിനോളം ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യും. ന്യൂറൽ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം NLP അത് ഡോക്ടർ അസിസ്റ്റ് ചെയ്യാറുണ്ട്. ന്യൂറൽ ഈ മറ്റേ കാശ് സംഹിതയിൽ പറയുന്ന മറ്റേ നേരത്തെ രസായനം പറഞ്ഞില്ലേ ഡോക്ടർ, അത് രസായന പ്രിപ്പറേഷൻ ഉണ്ട്. അത് സ്വർണ്ണപ്രാശം എന്ന് പറയുന്ന ഒരു കാശ് സംഹിതയില് സ്വർണ്ണപ്രാശം പറയുന്നുണ്ട്, പക്ഷെ ലേഹ്യ ഫോമിൽ പറയുന്നില്ല. അത് എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അത് കാർവാറിലൊക്കെ. സ്വന്തമായിട്ട് ഡോക്ടേഴ്സ് വലിയൊരു ട്രെൻഡാണത്. ഡോക്ടർ പ്രസന്റേഷൻ വളരെ പ്രാക്ടിക്കലാണ്, വളരെ നന്നായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവോ ഇതുപോലെ IP ഫെസിലിറ്റി? ഇല്ല സാർ, ഞാൻ ഇവിടെ ഞാൻ ഇവിടെ OPയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അപ്പം പാരന്റ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അല്ലേ? എന്താ സാർ? പാരന്റ്സ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ ഇങ്ങനെ? അതെ. ഓക്കെ. അപ്പൊ ഭയങ്കര സ്ട്രിക്ട്നെസ് ആയിട്ടുള്ള ഒരു ഹെക്ടിക് ഷെഡ്യൂളാണ് ASD അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ ഒക്കെ. ഡോക്ടർ പറഞ്ഞ പോയിന്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. കാര്യം കറക്റ്റ് ഈ എഡ്യൂക്കേഷനിലൊക്കെ പലപ്പോഴും ഒരു മുമ്പ് ചേർക്കാൻ പറയും. പലപ്പോഴും കുട്ടികൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്നത്. ഗവൺമെന്റ് സ്കൂളിൽ ചിലപ്പം ഒരിക്കലും സ്പെഷ്യൽ സ്കൂളിൽ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ ബോർഡർ ലൈൻ പ്രശ്നമുള്ളവരെ ചേർക്കാറ്. ഇപ്പോൾ സ്കൂളിൽ ചേർക്കുന്ന കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഇൻപുട്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നന്നായിരിക്കും പബ്ലിക്കലി. ലൈക്ക് ഇപ്പം ചില കുട്ടികളെ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും ഇത് ചെറിയ ലെവലിൽ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഒരു വർഷം ഡിലേ അക്കാഡമി നമുക്ക് അസസ്മെന്റ് കിട്ടുമ്പോൾ പലപ്പോഴും സ്കൂളുകാർ സമ്മതിക്കില്ല അവരെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പം അതിനൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഒരു കൊല്ലം ഡിലേ അവർക്ക് ത്രൂ ഔട്ട് ലൈഫിലുണ്ടാവും. നല്ല സ്ട്രിക്ട്നെസ് ഷെഡ്യൂൾ ആയിരിക്കും ലൈഫ്. അപ്പം അതും കൂടെ ഒന്ന് അഡ്രസ് ചെയ്ത് നന്നായിരിക്കുന്ന എനിക്ക് അഭിപ്രായമുണ്ട്. ലൈക്ക് കുട്ടികൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് NLP എന്ന് പറയുന്നത് ന്യൂറൽ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അല്ലേ NLP, അത് ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് ഈ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയയിലൊക്കെ. അപ്പം അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ
നന്നായിരിക്കും എനിക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ സാർ. പിന്നെ നമ്മുടെ വാദപൈത്യകുന്മാദം കറക്റ്റ് കോൺടാക്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ആൻഡ് അതിനകത്ത് പറയുന്ന മരുന്നുകൾ ഡോക്ടർ വല്ലതും ശമനമായിട്ടൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ടോ? ലൈക്ക് എന്തെങ്കിലും ശമനം? അതെ, നമ്മൾ കൊടുക്കാറുണ്ട്. വാതപിത്ത ശമനമായിട്ടുള്ള ഇപ്പോൾ തിക്തകം കഷായം, മഹാതിക്ത ഘൃതം, ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് റുട്ടീനായിട്ട്. ഓക്കെ. ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് ഒരുപാട് ഈ വാതപൈത്യകമായിട്ട് ദ്രാക്ഷ മധുകാതി, ദ്രാക്ഷ സമങ്കാതിയും ഒക്കെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ സാർ, ആരോഗ്യകൽപ്പത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാണുന്നുണ്ട്. ശതാവരി ഗോപകന്യാദി സഹസ്രവതി രക്തവത്തി ചികിത്സയിൽ അങ്ങനെ ഒരു ഇഫക്റ്റും കാണുന്നുണ്ട്. ഏതായാലും ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ കാര്യം എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണത്. പ്രസന്റ് ചെയ്തു. ഐ കോർഡിയലി അപ്രീഷിയേറ്റ് എഫോർട്ട് ആൻഡ് പേഷ്യൻസ് ഫോർ ദ സർവീസ് ടു ദ നേഷൻ. ബിക്കോസ് അലോപ്പതിയിൽ ഇതിനൊന്നുമില്ല. ഓൺലി ABA തെറാപ്പി, തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ അവർ ബയാസ്ഡ് ആവുകയാണ്. ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജ് അഡ്വാൻസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് അതിന് അലോപ്പതിക്ക് ഇപ്പൊ അഡ്വൈസിന് ഗുളിക അറിയാമല്ലോ. അഡ്വൈസിന് ഗുളിക കൊടുത്തോണ്ടിരിക്കുക. അഡ്വൈസ് ADVIS അത് മാത്രം കൊടുത്താൽ അതിനപ്പുറത്ത് കൊടുക്കൊന്നുമില്ല. നമുക്ക് ഒരുപാട് കൊണ്ട്. ഇപ്പൊ ഡോക്ടറുടെ ഈ പ്രസന്റേഷൻ എനിക്ക് വളരെ അപ്രീഷിയേറ്റബിൾ ആയി തോന്നി. ഈ ഒരു കോൺടാക്ട് AMA എടുത്തേക്കും ഡോക്ടേഴ്സ് എല്ലാം വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇത് കേട്ടു. 2 മെമ്പേഴ്സ് കേൾക്കുന്നുണ്ട് ക്ലാസ്. So I am again cordially appreciate your effort and all success for AMA for such programs in future. Thank you so much. Thank you sir. Thank you sir. ഡോക്ടറെ, രണ്ടുപേരും കൂടെ മെസ്സേജിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പെട്ടെന്ന് പറയുന്നത്. ഒരു ഡോക്ടർ സജന ചോദിച്ചിരുന്നത് ADH കുട്ടികൾക്ക് പഥ്യം അപഥ്യം അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് പാല് കൊടുക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്നാണ് ഡോക്ടർ ചോദിച്ചിരിക്കുന്നത്. പൊതുവെ ADHDയും പാലും തമ്മിൽ ബന്ധമുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഈ പിന്നെ ഗ്ലൂട്ടൻ കേസിൻ ഡയറ്റാണ് ശരിക്കും ഈ പറഞ്ഞ കാര്യം. അത് ശരിക്കും ഓട്ടിസത്തിലാണ് പിന്നെ ഗ്ലൂട്ടൻ പാല് കഴിക്കാൻ പാടില്ല, ഗോതമ്പും പാലൊക്കെ കൂടുതൽ പ്രശ്നം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസത്തിൽ ഗട്ട് പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ ഗട്ടിന് കൂടുതൽ സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് പാലും ഗോതമ്പും കഴിക്കുന്ന സമയത്ത് ഗട്ട് ഇഷ്യൂസ് കൂടും, അതുപോലെ ഓട്ടിസം കംപ്ലയിൻസും കൂടും. അതുകൊണ്ട് ഗ്ലൂട്ടനും കേസിനും സെൻസിറ്റിവിറ്റി ഉള്ള ഭക്ഷണങ്ങൾ അത് കൂടുതൽ ഓട്ടിസത്തിലാണ് പ്രശ്നം പറയാറ്. ADHDയിൽ അങ്ങനെ പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പ്രശ്നമുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ മധുരം കൂടുതൽ കഴിക്കാൻ പാടില്ല ADHD. കാരണം അവർക്ക് അപ്പോൾ ഹൈപ്പർട്ടിറ്റി വല്ലാതെ കൂടും. ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, പിന്നെ ജിലേബി, ലഡു പോലുള്ള ഓവറായിട്ടുള്ള മധുര പലഹാരങ്ങൾ, പിന്നെ അതുപോലെ ബിസ്ക്കറ്റ്സ്, മധുരമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ അതുപോലെ ജങ്ക് ഐറ്റംസ്, അതിപ്പം ഏത് അസുഖമായാലും കുട്ടികൾക്ക് വരുന്ന ഏത് ബിഹേവിയറൽ ഇഷ്യൂസ് ആയാലും ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാൻ പറയാറുണ്ട്. അത്രയും. അതുപോലെ ഡോക്ടർ സോന ചോദിച്ചിട്ടുണ്ട്, സ്ലോ ലേണിംഗ് കുട്ടികൾക്ക് സന്തോഷ് ബ്രഹ്മി എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. സന്തോഷ് ബ്രഹ്മി ഒരു പേറ്റന്റ് പ്രൊഡക്റ്റ് അല്ലേ? ബ്രഹ്മി നല്ലതാണ്. ബ്രഹ്മീകൃതമായിട്ട് ബ്രഹ്മീകൃതം, സാരസ്വതകൃതം ഇതൊക്കെ കൊടുക്കാറുണ്ട് സ്ലോ ലേണേഴ്സിന്. ബ്രഹ്മി മാത്രമായിട്ട് ബ്രഹ്മി നീരൊക്കെ കൊടുക്കാറുണ്ട്. സന്തോഷ് ബ്രഹ്മി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഗ്രെയിൻ സോർട്ടിംഗ് ടെക്നിക്സിനെ പറ്റി പറയാമെന്ന് ഡോക്ടർ ഐശ്വര്യ ചോദിച്ചിട്ടുണ്ട്. എന്തോ ഗ്രെയിൻ സോർട്ടിംഗ് ടെക്നിക്സ് എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? ഡോക്ടർ ഐശ്വര്യ ഉണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഗ്രെയിൻ സോർട്ടിംഗ് അതായത് ഈ പിന്നെ ധാന്യങ്ങൾ കൂടുതൽ പ്രോസസ് ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? ബന്ധമില്ല. നമസ്കാരം ഡോക്ടർ, ഞാൻ ഡോക്ടർ സോനയാണ്. ഗ്രെയിൻ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാനത് കൗൺസിലിംഗ് കഴിഞ്ഞുകൊണ്ട് അറിയുന്ന കാര്യം ഷെയർ ചെയ്യാണ്. കുഴപ്പമില്ലല്ലോ ഡോക്ടർ ഐശ്വര്യ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, പറഞ്ഞോളൂ. പുതിയ അറിവാണേ. അല്ലല്ല, അത് മീൻസ് ഈ ഇതുണ്ടല്ലോ, നമ്മൾ അരിയുടെ അകത്ത് വേറുള്ള ഗ്രെയിൻസ് മേ ബി മസ്റ്റാർഡ് പോലുള്ളതൊക്കെ ഇട്ടിട്ട് കുട്ടികളെ അത് പറക്കാൻ കുറച്ചു നേരം ടൈം കൊടുക്കും. എത്ര മിനിറ്റിനകത്ത് പ്ലേറ്റിൽ കുറച്ച് അരി നിരത്തിയിട്ട് അതിൽ വേറെ ഏതെങ്കിലും വേണമെങ്കിലും മസ്റ്റാർഡ് ഒക്കെ ആണെങ്കിൽ അത് എത്ര പെട്ടെന്ന് ഇവർ പറക്കുന്നു അത് എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറയും. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ എണ്ണീട്ട് വേണം ഇടാൻ. അപ്പൊ അവർ എത്രത്തോളം പെട്ടെന്ന് കൂട്ടിക്കൂടി. അപ്പൊ ഈ ADHD ഉള്ളവർക്ക് അവർക്ക് ഇരിക്കുന്നതാണല്ലോ പാട്. അപ്പൊ അവരിരുന്ന് അതിൽ കോൺസെൻട്രേഷൻ കൂടും.
എന്നുള്ളതാണ് എനിക്ക് ഗ്രീൻ സോക്കിങ്ങിനെ പറ്റി അറിയാവുന്നത്. തെറാപ്പിയിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഓരോ ദിവസം പുതിയ പുതിയ ടെക്നിക്സ് വരുന്നുണ്ട് ഒക്യുപേഷണൽ തെറാപ്പിയിലും ഒക്കെ. അപ്പം അതിന്റെ ഒരു ഇത്തരം ടെക്നിക്ക് ആയിരിക്കും. എനിക്കിത് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ഈ ഒരു മെത്തേഡ്. എന്തായാലും താങ്ക് യു ഡോക്ടർ ഫോർ ദ ന്യൂ ഇൻഫർമേഷൻ. ഡോക്ടർ പിന്നെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഞാനാണ് ചോദിച്ചത് സന്തോഷ് ബ്രഹ്മി. ഈവൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ പേറ്റന്റ് പ്രോഡക്ട്സ് നമുക്ക് പേഷ്യൻസ് വന്ന് തിരക്കുന്നത് കൊണ്ടാണ് ഞാനത് അങ്ങോട്ട് ചോദിച്ചത്. ആളുകള് പേഷ്യൻസിന് കൂടുതൽ അത് ഇംപ്രൂവ്മെന്റ് ഉള്ളതാണ്. ഡോക്ടർക്ക് കൊടുത്തിട്ട് അത് ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണ്ടിട്ടില്ലേ? എങ്ങനെയാ അത് എക്സ്പീരിയൻസ് ഉണ്ടോ? ഓക്കെ ആണ്. ബട്ട് നമ്മള് ക്ലാസിക്കലി പഠിക്കുന്ന കണക്കല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഗ്രൂപ്പിൽ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ആവുമ്പം ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും വാല്യുബിൾ ഇൻഫർമേഷൻ കിട്ടുമെന്ന് കരുതി. ഞാനത് ഇതുവരെ കൊടുത്തു നോക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ താങ്ക് യു ഡോക്ടർ. അതുപോലെ നമ്മൾ ഈ കല്യാണഘൃതം പോലുള്ളത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കണോ? അതായത് കുട്ടികൾക്ക് ഇപ്പം ദോശ ചുടുന്നതിന് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കുമോ? എനിക്കൊരു ഡൗട്ടാണ്. അതായത് ചില കുട്ടികൾ എന്താണെന്നറിയോ, നെയ്യ് ചേർത്ത് കൊടുത്താൽ ഭക്ഷണം കഴിക്കാതാവും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടിക്ക് നെയ്യില് ഇപ്പൊ പലപ്പോഴും പഞ്ചസാര പൊടിച്ചിട്ടോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചിട്ടോ തേനോ ഈക്വൽ എമൗണ്ടിലല്ലാത്ത തേനോ ചേർത്ത് കൊടുക്കാൻ പറയാം. അല്ലെങ്കിൽ അഷ്ടചൂർണ്ണം ചേർത്ത് കൊടുക്കാം. ദീപനമായിട്ടുള്ള ഔഷധങ്ങൾ അഷ്ടചൂർണ്ണോ വൈശ്വാനോ രജന്യാദി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാതാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചില കുട്ടികൾ കഴിക്കാറുണ്ട്, പക്ഷെ ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാതാവാത്ത പ്രശ്നം കാണാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നെയ്യ് പലപ്പോഴും കുട്ടികൾ ഈ അഷ്ടചൂർണവും അതുപോലെ കുറച്ച് തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കായിരിക്കും നല്ലത്. ഡോക്ടർ, അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ്. നമ്മളിപ്പം സ്പീച്ച് ഡിലേ ഇല്ല, നോർമൽ ടൈമിൽ തന്നെ സംസാരിച്ച് തുടങ്ങിയ കുട്ടിയായിരിക്കും. പക്ഷെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എത്ര സമയത്തിനുള്ളിലാണ് അത് റെഡി ആയില്ലെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ചില കുട്ടികൾക്ക് ചില അക്ഷരങ്ങൾ മാത്രം ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ടങ് ടൈ ഉണ്ടോ നോക്കണം ആദ്യം. ടങ്ങിന്റെ അടിയിലുള്ള നാക്കിന്റെ കെട്ടുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് നോക്കുക. നല്ലോണം നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ ഇന്റർവെൻഷൻ പറയേണ്ടതാണ്. പിന്നെ ചില വാക്കുകൾ മാത്രം പ്രശ്നമാണ്. നമ്മുടെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഈ വാക്ശുദ്ധി വരുന്ന. ഇപ്പൊ രുദ്രാക്ഷാദി ചൂർണം, അതുപോലെ കല്യാണാവലേഹ ചൂർണം ഉണ്ട്, പിന്നെ സാരസ്വതാരിഷ്ടം, ഇതൊക്കെ കൊടുത്ത് നോക്കാം. പിന്നെ സ്പീച്ച് തെറാപ്പി അഡ്വൈസ് ചെയ്യുക അവർക്ക്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അക്ഷരത്തിനാണ് ബുദ്ധിമുട്ടെങ്കിൽ കറക്റ്റ് അതിനെ പിന്നെ അഡ്രസ് ചെയ്യുന്ന സ്പീച്ച് തെറാപ്പി അത് അമ്മമാർക്ക് തന്നെ ചെയ്യാം. അങ്ങനെ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകണമെന്നൊന്നുമില്ല. അമ്മമാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, അങ്ങനെ കുറഞ്ഞ പ്രശ്നമേ ഉള്ളൂ എങ്കിൽ. പക്ഷെ എന്തായാലും ടങ് ടൈ ഉണ്ടോ നോക്കാം. പിന്നെ എന്തോ ഇത്ര ഏജിനുള്ളിൽ അത് ഇതാവണം എന്നുണ്ടോ? അതുണ്ട്. അത് ഓരോ പിന്നെ എന്ന് വെച്ചാൽ 2 വയസ്സുള്ള കുട്ടി ഒരു മിനിമം ഒരു സെന്റൻസ് അറ്റ്ലീസ്റ്റ് 3 വാക്കുള്ള ഒരു സെന്റൻസ് പറഞ്ഞിരിക്കണം. അപ്പൊ അമ്മ എനിക്ക് ഭക്ഷണം താ എന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് 2 വയസ്സുള്ള കുട്ടി പറഞ്ഞിരിക്കണം. അതുപോലെ 1.5 വയസ്സുള്ള കുട്ടി ഒരു 15 വാക്കുകളെങ്കിലും പറഞ്ഞിരിക്കണം കറക്റ്റ് ആയിട്ട്. അതുപോലെ ഇപ്പൊ 1 വയസ്സുള്ള കുട്ടി ഒരു 2 സെന്റൻസ്, ഇപ്പൊ അമ്മേ വാ അല്ലെങ്കിൽ അപ്പം താ എന്ന് പറഞ്ഞിട്ട് മിനിമം ഒരു 2 വാക്ക് ചേർന്ന ഒരു ചെറിയ സെന്റൻസ് പറയാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ ചെറിയ ഒരു ലാംഗ്വേജിലെ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ആ മൈൽ സ്റ്റോൺസ് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ TDSE പറഞ്ഞ ചാർട്ടിൽ ആ മൈൽ സ്റ്റോൺസ് എല്ലാം കുറച്ചുണ്ട്. അല്ലാതെ പിന്നെ ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് മാത്രം ഉള്ള ചാർട്ട് ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ കുട്ടിയുടെ ആപ്റ്റ് ആണോ നോക്കിയാൽ മതി. ഹലോ, ഇനി ഡോക്ടറെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ഓട്ടിസത്തിന്റെ പത്യാപത്യം ഒന്ന് പറയോ? അത് ADHD സെയിം ആണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഓട്ടിസം ഒരുപാട് പത്യാപത്യങ്ങൾ ഉണ്ട്.